അപ്പോൾ നമ്മൾ തായ്ലാൻഡിലാണ് ഉള്ളത്. തായ്ലാൻഡിൽ പട്ടായ പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെയാണ് താമസിക്കൽ. റൂമിൻ്റെ വേഗിൽ ഇതാണ് കാഴ്ച നമ്മൾ കാണുന്നത്. കടലാണ് ഇങ്ങോട്ട് മൊത്തം. അപ്പോൾ നല്ല ഒരു രസമാണ് കാണാൻ. നല്ല രസമായിട്ടുണ്ട്. അതെ, ഇതൊരു ഐലാൻഡാണ്. കോറൽ ഐലാൻഡ് എന്നാണ് പറഞ്ഞത്. ഇത് മറ്റേ ഇതിൻ്റെ അകത്തെല്ലാം ഈ പട്ടായ ഈ തായ്ലാൻഡ് പട്ടായെല്ലാം കാണിക്കുമ്പോൾ നീല വെള്ളവും മലമല പോലെ ആയിട്ടുള്ള ദ്വീപുകൾ കാണിക്കുന്നുണ്ട്. അടുത്തേക്ക് ഇനി ബോട്ട് എടുത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടത്തെ എല്ലാം പോകാൻ നമുക്ക്. അത് ഇവിടുന്ന് നീല കളർ നല്ല ഒരു നീല വെള്ളം പോലെ വീഡിയോയിൽ കണ്ടതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് പോകണത്രേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാ? അതുപോലെ നല്ല രസമുണ്ട്. ബീച്ച് പോലെ ആയിട്ട് ബീച്ച് തന്നെയാണ്. ചെറിയൊരു ഇതൊരു ബീച്ചാണ്. ഇതിന്റെ ഈടന്റെ കുറച്ച് അങ്ങോട്ടേക്ക് ബീച്ചാ പോലും. പിന്നെ പറഞ്ഞാൽ ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഹോട്ടലാണ്. ഇതൊരു ഹോട്ടലാട്ടോ. നമ്മൾ ഇത് ആദ്യം ഒന്ന് കാണിക്കുക. ഇവിടെ വന്ന് താമസിക്കുന്ന നമ്മൾ ഇവിടെയാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇനി പട്ടായന്റെ തായ്ലാൻഡിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവരെ ഹോട്ടൽ കേട്ടോ. അതിന്റെ നേരെ തായ്ലൻഡ് ഹോട്ടൽ റെസ്റ്റോറന്റ്. ഇടുന്ന ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ഫുഡ് നമുക്ക് ദഹിക്കുന്നില്ല. ഇവിടുത്തെ ഫുഡ് ഇവരുടെ അങ്ങനത്തെ ഇവിടുത്തെ ഫുഡാണ് എന്തെല്ലാം ആയിട്ട്. അതില് മുട്ട മാത്രം കഴിച്ചിന്. അതും വേഗാത്ത ഒരു പകുതി വേവാക്കിയിട്ടുള്ള മുട്ടയാണ്. പിന്നെ ബ്രെഡും ചാമ്പൂനെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഡാൻസ് പരിപാടി, വൈകുന്നേരം ആളുവൻറ്റം ഡാൻസ് പരിപാടി, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്, ഇവിടെ ബാർ പോലത്തെ സെറ്റപ്പ് അങ്ങനെയാണ് ഇതിന്റെ മുകളിലുള്ളത്. ഇവിടെ ആൾക്കാരെല്ലാം വന്നിട്ട് ഇന്നലെ കണ്ടു. നമ്മളങ്ങോട്ട് പോയില്ല. നമ്മൾ തായ്ലിങ്ങനെ ഒരു കയറി. അപ്പോൾ നമുക്ക് ഇനി അമ്മേ എങ്ങനെയുണ്ട് തായ്ലാൻഡ്? നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെ. പക്ഷേ ഞാനും മോനും ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ നടക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഒരാളൊക്കെ കുട്ടീനെ തായ്ലാൻഡിലുള്ളത്. ഹലോ, നമുക്ക് ഇതിന് ഉള്ളിലേക്ക് പോവാം. നമ്മളെ റൂമെല്ലാം കാണാം. സത്യം പറഞ്ഞാൽ നമ്മളെ റൂം ഇതല്ല, അപ്പുറത്താണ്. അപ്പൊ ഫുള്ള് ചാടവക്കറേ ഉള്ളത്. വന്നപാട് നമ്മളെല്ലാ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതുപോലെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇതെല്ലാം ഇതായിപ്പോയി. അപ്പൊ തൊട്ടിപ്പുറത്ത് ഇതേ റൂം, സെയിം റൂം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കാണിക്കുന്നത് കേട്ടോ. റൂം നമ്മൾ അപ്പുറത്താണ്. പക്ഷെ രണ്ടും ഒരേ വ്യൂ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് കാഴ്ച. ബെഡും കാര്യങ്ങളും ഇങ്ങനെയുള്ളത് വലിയ ബെഡാണ് കേട്ടോ. വീടിന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കടലിൽ കണ്ടോണ്ട് കിടക്കാട്ടാ. അതാണ് എൻ്റെ ഒരു. പിന്നെ അത് ഇങ്ങനെ കേട്ടാ. ഇതാണ് നല്ല രസം. 2 ബെഡ് മുകളിലും ഉണ്ട്, താഴെയുണ്ട്. ഒരു സ്ഥലം നല്ല ഒരു സ്ഥലത്ത് കട്ടിലിട്ട് കഴിഞ്ഞാലേ മേല ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വേറൊരു കട്ടിലും കൂടി ആക്കാൻ ചെയ്തേട്ടാ. നമ്മളെല്ലാം വീട്ടിൽ ഒരു കട്ടിലല്ലേ ഉള്ളൂ. ശരിക്ക് കുട്ടിയൊക്കെ പല വീട്ടിലും ഉണ്ട് കേട്ടാ. നമ്മൾ ഇവിടെ വന്നേരം അത് ശരിക്കും കണ്ടത്. രണ്ടാക്കും ഒരുമിച്ചിട്ട് കിടക്കാം. ഇതുപോലെ ആക്കിയാല് കുട്ടികൾ ഇതുപോലത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ 2 റൂം പോലെ കൊടുക്കാല്ലോ കിടക്കാൻ. ഇത്തിക്ക് മേലെ ഇന്നലെ കിടന്നേ. താഴെ ഇടയുണ്ട്, ഇട കിടക്കാം. അതുപോലെ റൂം കേട്ടാ. അതെ, പിന്നെ TV ഉണ്ട്. പിന്നെ എന്റെ ബാത്റൂം. നമ്മളെ മെയിൻ സ്ഥലം കിച്ചനൊന്നും പറയില്ല. ചെറുങ്ങനെ ഒരു ചായ എല്ലാം വെച്ച് കുടിക്കാം നമുക്ക് ഇവിടെ. കറണ്ടിന്റെ നമ്മളിതുണ്ട് അടുപ്പ്, ഫ്ലാസ്ക്. അപ്പോൾ ഇതാ വെള്ളമുണ്ട്, ചായൻ്റെ എല്ലാം സെറ്റ്. ചായപ്പൊടി ഇല്ല കേട്ടോ, ഇവിടെ കാപ്പിപ്പൊടിയാണ്. അതാണെങ്കിൽ ഭയങ്കര കയപ്പം. ഒരു പൊടിയൊന്നും ഒരാൾക്കിട്ട് കുടിച്ചാലില്ലേ പിന്നെ ആ കാപ്പി കുടിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു പാക്ക് പൊടിയിൽ 4 ആളും കൂടി ആക്കിയിട്ടാണ് ഒരു കാപ്പി വെക്കുന്നത്. പിന്നെ ഇത് ചേട്ടാ കുളിച്ചില്ല. കുളിക്കണം ചേട്ടാ. നമ്മളെ റൂമിൽ നല്ല ഓണുണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനത്തെ ഷാമ്പു ഇതെല്ലാം ഇങ്ങനത്തെയാണ്. ഇത് ബഡ്സ് ആണ്. ഇത് തലക്ക് വെക്കുന്ന മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനമാണ്. ഇങ്ങനെ വെക്കുന്ന തല നനയൊക്കെ. പിന്നെ ഇങ്ങനത്തെ ഇത് സ്വിമ്മിംഗ് പൂളിൽ നൈറ്റ് ഇടുന്ന ഡ്രസ്സല്ലേ, നൈറ്റ് ഡ്രസ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇതെല്ലാം ഹോട്ടലും പോലെ ഇങ്ങനെ ഉണ്ടായില്ലടാ. മേലെ ഈ വരെല്ലാം തുണിക്ക് ആവശ്യമുള്ള സെറ്റപ്പ്, കുളിക്കേണ്ട സെറ്റപ്പ്. ഇതിന്റെ തവക്കൂട്ടി ഭയങ്കര കോമഡിയാണ്. പഴയ കാലത്ത് ആ ഒരു ടൈപ്പാണ്. എങ്ങനെയാണ് ഇതിന്റെ തവക്കൂട്ടി എന്ന് നമ്മൾ പറയേ. ഇതിന്റെ ലോക്ക് ഇങ്ങനെയാണ്. നമ്മളെ വീട്ടിൽ പണ്ട് ഇങ്ങനെയാണ്. അപ്പൊ നമ്മളെ ട്രാവൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ സാരഥി ഹോളിഡേയ്സ് ആണ്. നമ്മളെ ശരത് ബ്രോ നമ്മുടെ സുഹൃത്ത്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് റൂം. അതിനുള്ളും കൂടി ഒന്ന് കാണിക്കാം. അപ്പൊ ഇതാ നമ്മളെ ശരത് ബ്രോന്റെ റൂം. ശരത് ബ്രോ ആണ് നമ്മളെ ട്രാവൽ എടുത്തേക്ക് വന്ന നമ്മളെ ചെങ്ങായി. അപ്പോൾ സാരഥി ഹോളിഡേയ്സ്. അപ്പോൾ ആർക്കും എവിടെയെങ്കിലും യാത്രകൾ സംബന്ധമായിട്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ശരത് ബ്രോന. അത് നമുക്കിപ്പോൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും ലോകത്ത് എവിടെ പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ചാൽ മതി.
നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അതിപ്പോൾ നിങ്ങൾക്ക് പോകണം പാക്കേജ് എടുക്കണമെന്ന് പോലും ഇല്ല. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറ്റുന്ന മാക്സിമം സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നമ്മളെ കൂടെ തന്നെയുണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ട് പിന്നെ ഇത് റോഡ് ഫേസിംഗ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പരന്നെ പരിപാടി ഒന്നും വേണ്ട. ഇത് റോഡ് ഫേസിംഗ് ആണ്, റോഡിന്റെ ഭാഗത്തേക്കുള്ള. മറ്റേത് കടൽ സൈഡ്. നിങ്ങൾ ഇരുന്ന കടൽ സൈഡാണ്. ഇങ്ങനെ ബിൽഡിങ് നമ്മൾ ഇറങ്ങിയേ ഉള്ളൂ കേട്ടോ. തായ്ലാൻഡിൽ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം നീ കാണാൻ പോകുന്നത്രേ. ബിൽഡിംഗ് ഒരുപാട് ഉണ്ടാവും ശരിക്കും. ബിൽഡിംഗ് ഇപ്പം ഈ സൈഡിലൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ബാക്കി ആ സൈഡ് നമ്മുടെ പട്ടായ സിറ്റി ഇറങ്ങിയില്ലായിരുന്നു, അവിടെ കുറച്ച് വലിയ ബിൽഡിങ്സ് ഉണ്ട്, കുറേ ഫ്ലാറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. വീടൊരു വെറൈറ്റി സംഭവം ഉണ്ട്. ഒന്ന് ലൈറ്റ് ഇട്ടാ. ഇവിടുത്തെ സ്വിച്ചിൻ്റെ കാര്യത്തിലൊരു കോമഡി ഉണ്ട്. എല്ലാം ഓപ്പോസിറ്റ് ആട്ടാ. നമ്മളവിടെ നേരെ താഴോട്ടേക്കല്ലേ, ഇവിടെ ഓപ്പോസിറ്റ് ആണ്. ഇതണ്ട ഇതിന് പറയുന്നത് റെയിൻ ഷവർ ബാത്ത് എന്ന് പറയും. റെയിൻ ഷവർ ബാത്ത്. അങ്ങനെ കുളിക്കാത്ത കപ്പിൾസിലുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് ഇരുന്ന് കുളിക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മേല ഇവനും ഇങ്ങനെ കുളിക്കുമെങ്കിൽ ഇവന് ഇതിൻ്റെ താക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റൂമിന് പുറത്തിറങ്ങി ഇവിടെ തന്നെ ഇവരെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോക്കാന്ന് ഫുഡൊന്ന് ടേസ്റ്റ് നോക്കാൻ. ടേസ്റ്റ് നമ്മൾ നോക്കിന്, എന്നാലും ഒന്നും കൂടി നോക്കാലോ. ഹോട്ടലിൽ നമുക്ക് ഇവിടെ ബീച്ചുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാം. ഇവരെ പേര് ഇതാണ് വ്യൂ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ. അമ്മ വന്നോട് പറഞ്ഞു മോനെ ഇവിടെ ചെമ്പ കൊണ്ട് മോനെ എന്ന് പറഞ്ഞു. നല്ല മണമല്ലേ ഇതിൻ്റെ ഈ പൂവിൻ്റെ. പറയൂ ശരത് ബ്രോ, ഇതിനെന്താ പറഞ്ഞ ഈ ചപ്പിന്? ഇത് ലെറ്റ്യൂസ് എന്ന് പറഞ്ഞ ലീവ്സ് ആണ്. നല്ല നമ്മുടെ ലെറ്റ്യൂസ് എന്ന് പറയും ലീവ്സ് ആണ്, നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ലീവ്സ് ആണ്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്. My name is Anna. Anna. Yes. അന. Yes. What is your big name? My big name is Suyetana Yeah. It's Chola, right? ഓക്കെ. തായ്ലാൻഡിലെ പേരിൽ ഇങ്ങനെ കേട്ടോ. Yetana Okay. ബ്യൂട്ടിഫുൾ നെയിം. Yeah. നെയിം Yes, my name Alex. I അലക്സ്. work from the ഒരു ചോയവും ഇല്ല, കയ്പും ഇല്ല, മധുരവും ഇല്ല, ഒരു ഇല. ഇവിടെ അതിനകത്ത് ഇപ്പം നമ്മൾ പുഷ് കൊണ്ടൊന്നും പരതേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ പറയുക, ഇവിടെ പുഷ് ഉണ്ടെങ്കിൽ അത് ഇവർ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് പുഷ് കൊണ്ട് പരതണ്ട. അഥവാ പുഷ് കൊണ്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനവരധികം പൈസ മേടിക്കുകയും ചെയ്യും. പുഷുവിനിവിടെ പൈസ അധികം പക്ഷെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാ ഇല്ല. അത് ഞാൻ പറഞ്ഞു തന്നല്ലേ, ചിലപ്പോൾ അങ്ങനെയല്ലേ കഥ. അതെ അതെ അതെ. അത് പെട്ടെന്ന് നമ്മളിപ്പോൾ പുഷ് കൊണ്ട് ചപ്പിൽ നോക്കൂല, നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പുഷ് ഉണ്ടെങ്കിൽ ഇവർ കൊടുക്കൂല, അതിന് പൈസ അധികം. പുഷിന് വേറെ വറുത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് അത് കാണാൻ പോകണത്രേ. വരാൻ പോകുന്ന പൂരം നമുക്ക് കാണാൻ പോകുന്ന പൂരം നമുക്ക് എന്താ പറയുക. അപ്പം നമുക്ക് എന്തായാലും ഞാനിതുവരെ കണ്ടിട്ടില്ല, എങ്ങനത്തെ പരിപാടിയിലുണ്ടെന്നാണ് പറയുന്നത്. വഴിയെ നമുക്ക് ഒരുപാട് സംഭവം തായ്ലാൻഡിൽ കാണാനുണ്ടല്ലോ. നമുക്ക് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്, നല്ല രസമാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് വൈകുന്നേരം പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ വൈകുന്നേരത്തൊന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളത്. ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് കോട്ടലോട്ട് വന്നിട്ടാണ് ഉള്ളത്. ഇത് കുളിക്കുമ്പോൾ ഇടുന്നതല്ല, ഇത് രാത്രി നൈറ്റ് ഇടുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഇത് കുളിക്കുമ്പോൾ രാത്രി നല്ല രസമുണ്ട്, ഫുൾ ലൈറ്റിംഗ് ആയിട്ട്. രാത്രിയല്ല പകലും നല്ല രസമാണ്. ശരിക്കും ഇതൊരു വരച്ചു വെച്ചാലേ കേട്ടോ. ഇതിലാക്കിയിട്ട് തെങ്ങിൻ്റെ ഇത്ര വലിയ തേങ്ങ വേണോ? എന്നാലും ആക്കാൻ കഴിയും. ചെറുതിലാക്കാടി. ചെറുതിലാക്കാൻ ചെറുതായിരിക്കും. ഇങ്ങോട്ടേക്കല്ലേ വ്യൂ നോക്കിയേ എന്താ മോനെ. നമുക്ക് ഹായ് ഹായ്. ഹായ്. ഹലോ. Your good name please. Yeah, my name is Evian. A real name? Idan Rajo. Idan Tajo. Yes. Spelling? Oh, too much, too long. Or two S? It's okay, oh? Huh? Nickname? Evening, Evian. Evian. Yes. Yeah. I'm English. ഞാൻ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടോ. എന്താ അറിയില്ല, ഇവിടെ വന്നപ്പോൾ ഞാൻ ഇംഗ്ലീഷുകാരനായി മാറിയിട്ടുണ്ട്. എൻ്റെ അമ്മ എന്ത് രസം. എവി അങ്ങോട്ടേക്ക് ഞാൻ വരാം, അടിരിക്കേ. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി ഒന്ന് കാണിക്കേ. നോക്ക് എന്ത് ഭംഗിയായിട്ട് പറയാം. ഓ പ്രത്യേക തരം ഒരു സ്റ്റൈലാട്ടാ. ആ കളറും എല്ലാം കൂടി ഒന്ന് നോക്കുമ്പോല്ലേ. നെയിം ക്വൈക്ക്. യുവർ കൺട്രി? ഫ്രഞ്ച്. 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 അപ്പോൾ കുഞ്ഞ് ഉറങ്ങുവാണേ, അതുകൊണ്ട് കവി വന്നിട്ടില്ല. ഞാനും ശരത്തും കൂടി ഒന്ന് പുറത്തേക്ക്. ശരത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പട്ടായ വ്യൂ പോയിന്റും പിന്നെ അതുപോലെ തന്നെ ബിഗ് ബുദ്ധ ടെമ്പിളും, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വരും.
ജസ്റ്റ് നിയർ ബൈ. അപ്പോൾ ഇവൻ വിളിച്ചു. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി വന്നെയാണ്. അപ്പോൾ അവർ വൈകിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് മാറുന്നു. ഹായ്. നെയിം ഡി. അപ്പോ ലേഡീസ് ആണ് ഇവിടെ കൂടുതൽ കാര്യം ചേർത്തെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മുടെ തായ്ലൻഡില് ഒരു ലേഡി ഒരു കുഞ്ഞ് പെൺകുട്ടിയായിട്ട് ജനിക്കുമ്പോഴാണ് വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കണമെങ്കിൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതും നമ്മുടെ ഇപ്പം പുറത്തിപ്പം ഡ്രൈവിംഗ് ആയാലും വെളിയിലെ ജോലി ആയാലും ഇപ്പം നമ്മുടെ മേശിരി പണി ആയാലും ചെയ്യുന്നതെല്ലാം ലേഡീസാണ്. 90% ലേഡീസാണ്. പെൺകുട്ടികൾ ആണ്. അതുകൊണ്ട് അവർക്ക് വീട്ടുകാർക്ക് സന്തോഷം. പെൺകുട്ടി വരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് ക്യാഷ് എന്നാണ് അവർ പറയുന്നത്, ക്യാഷ് കൊണ്ടുവരും. ആൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കും. ജസ്റ്റ് കുറച്ച് മടിയന്മാരാണ് ആണുങ്ങൾ. ഇവിടുത്തെ കുറച്ച് മടിയന്മാരാണ്. ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർ കറക്റ്റായിട്ട് പോയിട്ട് ജോലിയെല്ലാം ചെയ്യും. നമ്മളിപ്പോ വരുന്ന വഴി തന്നെ എയർപോർട്ടിലും എല്ലാവരും ലേഡീസ് അധികം ജോലി ചെയ്യുന്നല്ലേ. ബസ്സിലെ ക്ലീനർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീൽഡ് നോക്കിയാലും അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാം അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്ന ലേഡീസാണ്. മൊത്തം ലേഡീസാണ് ജോലി ചെയ്യുന്നത്. കാര്യം അവർ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. ആണുങ്ങളെക്കാളും എഫിഷ്യൻ്റ് ആണ് ഇവിടെ. അതാണ് ഈ തായ്ലൻഡിന്റെ ഒന്നാമത്തെ പ്രത്യേകത. സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞാൽ ഒന്ന് ഒരു നീട്ടിയിട്ടാണ് ഇങ്ങനെ കപ്പുങ്ക നന്ദി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അവര് ഒരു സോഫ്റ്റ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടാ. നിർത്തുമ്പോൾ നമ്മളിങ്ങനെ ആശ്രയിച്ച് എന്താടാ എന്നുള്ള പോലെയല്ല, നാടാ എന്ന് പറയുമ്പോൾ നമ്മളൊരു സോഫ്റ്റ് വന്നില്ലേ അല്ലെ. ആ ഒരു ടോണല്ലേ പറഞ്ഞ ആ ഒരു ടോണിലുള്ള സംസാരം തന്നെ കേട്ടോ. അവർ സൈലന്റ് ആയിട്ടുള്ളവർ അന്ന് ഇത് ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. ചരിത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അല്ല ഇവിടെ ഇതാണ് വളരെ വളരെ ചില ആൾക്കാരെല്ലാം വളരെ സോഫ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ്. കാര്യം നമ്മളിവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഇത്രയും ടൂറിസ്റ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വളരെ കുറച്ചേ അറിയാവുള്ളൂ. അവരുടെ ഭാഷയാണ് അവർക്ക് അറിയാം. തായ് ഭാഷ അവർക്ക് അറിയാവും. ഇംഗ്ലീഷ് വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ അവർക്ക് അറിയാവൂ. ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് ഇംഗ്ലീഷ് അവർ വലുതായിട്ട് സംസാരിക്കില്ല. അവരുടെ ഭാഷയാണ് അവർ സംസാരിക്കാറ്. അപ്പോൾ നമ്മളങ്ങനെ ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ താഴെത്തിയിട്ടുണ്ട്. നമുക്കിനി മുകളിലേക്ക് പോകാം. അപ്പോൾ ബിഗ് ബുദ്ധ ടെമ്പിളിലേക്ക് കയറി വരുമ്പം തന്നെ ഡ്രാഗന്റെ ഇതിലുള്ള ഒരു ഇത് കാണുന്നുണ്ട് അല്ലേ. ഡ്രാഗൺ അത് ഇത് പാമ്പിന്റെ ഇതാണോ? ആക്ച്വലി ഒരു പാമ്പ് ഡ്രാഗൺ ആ ഓ ഇങ്ങനെ അല്ലേ. അതിന്റെ വായിന്ന് പോകുന്നതാണ് ബാക്കി ഈ തലകളെല്ലാം. വലിയ ഡ്രാഗണിൽ നിന്ന് ചെറിയ ഡ്രാഗൺ പോകുന്നതായിട്ടാണ്. അങ്ങനെ ഈ സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ഹൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് നടന്നു പോകുമ്പോ അങ്ങനെ ഒരു തോന്നില്ല അല്ലെ. കുന്നുകയറി പോകുന്ന തോന്നില്ല. പക്ഷെ കുന്നിന്റെ മുകളിൽ എത്തുകയും ചെയ്യും. അത് ഭയങ്കര ഒരു സംഭവം കേട്ടാ. നമ്മളെ വലിയ സ്റ്റെപ്പ് പകുതിയാക്കി വെച്ചിന് ഇവര്. നേർച്ച ഉണ്ടോ? നമ്മള് പൈസ ഇടൂലേ, അങ്ങനെ അവര് ശൂലങ്ങളൊക്കെ ഒരു സാധനത്തിനകത്ത് എത്രയാണ് രൂപ അത് അതിനകത്ത് വെച്ചിട്ട് കുത്തി വെച്ചിട്ട് ആഗ്രഹം പറയുക. ആഗ്രഹം സഹായിച്ചു കൊടുക്കും. ഇതൊരു പൈസ അല്ലേ? ഇതെല്ലാം പൈസ. ഇവിടുത്തെ നോട്ടുകളാ, പ്ലാസ്റ്റിക് നോട്ടാണ് എല്ലാം കൊണ്ട്. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് നോട്ട്. ചെറിയ നോട്ടെല്ലാം പ്ലാസ്റ്റിക്. അതിൻ്റെ ഇന്ത്യൻ മണി ഉണ്ട് കണ്ടോ. നമ്മൾ 50 രൂപയും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇന്ത്യക്കാരുണ്ടല്ലോ. പൈസ ഇങ്ങനെ കേട്ടാ ഫുൾ പൈസ ഇങ്ങനെ വെച്ച് കുത്തി വെച്ചിട്ടുണ്ട്. അവർ മുഴക്കം കേൾക്കുന്ന കേട്ടോ. അത് നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മളത് അതിൽ ഞെരക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൈയിട്ട് ഉരയ്ക്കണം. ഉരയ്ക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന സൗണ്ടാണ് ആ ഒരു സാധനം കണ്ടോ. അതിൽ നിന്ന് സൗണ്ടാണ്. ചുമ്മാ നമ്മൾ കൈ വെച്ചിങ്ങനെ ആക്കിയാൽ മതി. പുള്ളി ചെയ്തത് കറക്റ്റായിട്ട് പറഞ്ഞില്ല. അത് ഒരു നേക്കുണ്ട്, അതിൽ ചെയ്താലേ വരുള്ളൂ. ചേച്ചി ചെയ്ത് കാണിച്ചു വരൂല സൗണ്ട്. ആദ്യം സൗണ്ട് ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് ഒരു ഭയങ്കര വിഷമുണ്ടായിരുന്നു. ഇപ്പൊ സൗണ്ട് വന്നപ്പോ നല്ല സന്തോഷം കേട്ടാ. ഹാപ്പിയായി. ഒരുപാട് പേരൊന്നും എഴുതി എത്തിക്കുന്നില്ല കേട്ടാ. ബുദ്ധന്റെ ഓരോ ധ്യാനത്തിലിരിക്കുന്ന ഇതും പിന്നെ ബുദ്ധന്റെ കുറെ ശിഷ്യന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഓരോ പോസ്റ്ററാണ് ഇതിന് ചുറ്റും ഇരിക്കുന്നത്. ഈ ബിഗ് ബുദ്ധയുടെ ചുറ്റും ഇരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ, വലിയതാണ്. പക്ഷെ വീഡിയോയിൽ നമ്മൾ കാണുമ്പോ അപ്പുറത്തെ ടവർ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതെ ആ ടവർ ഉണ്ടോ ബാക്കില് കാണിക്കാൻ ഇങ്ങനെയുള്ളു കേട്ടാ. അങ്ങോട്ടിട്ടാ ഇങ്ങോട്ടേക്ക് വരില്ല അല്ലേ. അങ്ങോട്ട് ഇടാനേ പറ്റൂ, എടുക്കാൻ പറ്റില്ല. ഇവരെ തായ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ശരത്ത് പറഞ്ഞത് ഈ സൈഡിൽ കടലാന്ന്, കടല ആ സൈഡിലാണ് വരുന്നത് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്.
നേരിട്ടാണ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പട്ടായ സിറ്റി. അതിനകത്ത് നമുക്ക് നമ്മുടെ 1 രൂപ കോയിൻ അങ്ങനത്തെ കോയിൻസ് ഉണ്ടല്ലോ, ആ കോയിൻസ് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ലൈൻസിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ലക്ക് ഉണ്ടെന്നാണ്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു കോയിൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നമ്മളിങ്ങനെ വെക്കുകയാണ്. വെക്കുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ലക്ക് ഉണ്ടെന്നാണ്. കണ്ടോ, ഇനി ലക്കുണ്ട്. ലക്കുള്ളവർക്ക് മാത്രമേ അവർ വെക്കുന്നുണ്ട്. കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചൈനീസ് ട്രഡീഷൻ ആണ്, ബുദ്ധമതത്തിലുള്ള ട്രഡീഷൻസ് ആണ്. കുറേ പേര് ട്രൈ ചെയ്യുന്നു, പക്ഷെ എങ്കിൽ ഷർട്ട് ഒറ്റയടിക്കുന്ന ഭയങ്കര ലക്കിയാണ്. ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ള കേട്ടോ. നമ്മളെ ഈ വീഡിയോ കാണിക്കുമ്പോൾ അതെല്ലാം കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാനറിയില്ല. അപ്പോൾ ശരത്തിനും അത് അങ്ങനെ അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും. അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ചായയും കോഫിയും എല്ലാം കുടിക്കുന്നത് കൂടുതലും തണുപ്പിട്ടാണ്. ഐസ് ടീ ആണ്. നമ്മളിവിടെ ചൂട് ചായ അല്ലേ വരുന്നത്, പക്ഷേ ഇവിടെ എല്ലാവരും ഐസ് ടീ. അപ്പോൾ വന്നേ 3 ദിവസം 3 ദിവസം. ശരി, എന്നാൽ മേലെ കേട്ടോ. എവിടെ സ്ഥലം? തൃശ്ശൂരല്ലേ? ശരത്ത് എന്താ പറഞ്ഞു നിർത്തി? അതായത് നമ്മൾ കൂടുതലും ഐസ് ടീ, ഐസ് കോഫി അങ്ങനെയുള്ള സാധനങ്ങളാണ്. തണുപ്പ് കൂടുതലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് ഇവിടെ ഏത് കടയിൽ ചെന്നാലും ഐസൊക്കെ മേടിക്കാൻ കിട്ടും. അവർ ചായയൊക്കെ കുടിക്കുന്ന തണുപ്പിലാണ്. നമ്മൾ ചൂട് ചായ കുടിക്കില്ലേ, അതിനാൽ ഇവിടെ ആൾക്കാർ കൂടുതൽ കുടിക്കുന്ന ഐസ് ടീയും ഐസ് കോഫി അങ്ങനെയാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സ്പെഷ്യൽ ടീയും സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അവിടെ പോകുമ്പോഴേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. വണ്ടിയുടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട ചെറിയ വണ്ടിയുടെ കൊണ്ടുവരുന്നത്, സ്കൂട്ടറിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിഗ് ബുദ്ധ അടന്ന് താഴെയിറങ്ങി ഇത് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. ശരത്ത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ശരത്ത് എന്നാൽ ശരിക്കും പ്രത്യേകത? അത് നമ്മുടെ പട്ടായ സിറ്റി മൊത്തത്തിൽ കാണുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, ആ കാണുന്നത് കണ്ടു തുടങ്ങി കേട്ടോ. കാണിച്ചേരേ, ഇതിൻ്റെ ഫുള്ളൊരു വ്യൂ കാണാം കേട്ടോ. ഹായ് എൻ്റെ അങ്ങനെ ഈ ബോട്ടുകളില്ലേ, ഇതെല്ലാം നാളെ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ബോട്ടുകൾ. കുറേ ഉണ്ട്. കോറൽ ഐലൻഡ് നമ്മൾ പറഞ്ഞില്ല, ഒരു ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, കോറൽ ഐലൻഡ്. അവിടെയാണ് നമ്മുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആ ഐലൻഡിൽ പോകുന്ന ഫയർ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് നിന്നാണ് ബോട്ടുകൾ. ഇത് പാർക്കിംഗ്, അതിൻ്റെ പാർക്കിംഗ് ആണ്. സോ ഇവിടെ നിന്ന് ബോട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. രാവിലെ നേരെ അവിടെ പോകും. 3 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് കോറൽ ഐലൻഡ്. പട്ടായ ടൗൺ കേട്ടാ, ഫുൾ ഒറ്റ അടിക്കല്ലേ ഒരു വ്യൂവില്. ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ എങ്ങനെയാട്ടാടാ.